ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ് ചെയ്യും. അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യാതാണ് ഒരു സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ഇതാണ് ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തത്. ഈ ഒരു ലെവൽ അങ്ങനെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്തു? മുകളിൽ പോയി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി. എക്സ്പെക്ട് ചെയ്തായിരുന്നു ഗ്യാപ്പ് അപ്പ് ആവണം, ഗ്യാപ്പ് അപ്പ് ആയി പ്രൈസ്. ബട്ട് പ്രൈസ് ഡിപ്പ് തന്നെ വീണ്ടും താഴേക്ക് സപ്പോർട്ട് എടുത്തത് പിൻ പോയിന്റ് സപ്പോർട്ടാണ് ഇവിടെ നിന്ന് എടുത്തത്. ആൻഡ് ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയപ്പോൾ ആളുകൾക്ക് ഒന്നും കിട്ടിക്കാണില്ല. റീസൺ പ്രൈസ് ഇവിടുന്ന് കുഴപ്പം ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടുന്ന് പ്രൈസ് ഇവിടുന്ന് പോയത് 1 2, ഇത് ഫുൾ 3, ഇത് 4 ABC സ്ട്രക്ചർ ആണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. എനിക്കതേ പറയാനുള്ളൂ. സോ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് പ്രോപ്പർ നമുക്ക് ട്രേഡ് കിട്ടില്ല. ഇപ്പോൾ ഇവിടുന്ന് ബൗൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തുള്ളൂ താഴേക്ക്. ഇവിടെ 1 2 മുകളിലേക്ക് ഫുൾ 3 ആണ് കാണുന്നത്. ആൻഡ് ഫോർത്തിൻ്റെ ഈ റീട്രേസ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. പ്രൈസ് പ്രോപ്പർലി ട്രേഡ് തരുന്നില്ല. റീസൺ എന്താ വെച്ചാൽ ഈ സ്ട്രക്ചറാണ് ABC സ്ട്രക്ചർ നമുക്ക് താഴെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്കമിങ് ടൈമിൽ നമുക്ക് ക്ലിയർ ചെയ്ത് ഇത് ഫുൾ 3 ആണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. ഫോർത്തിൻ്റെ റീട്രേസ്മെൻറ്റ് ഇതാണ് 2 ആൻഡ് 4th ഓൾമോസ്റ്റ് സെയിം ആണ്. ഫിഫ്ത്ത് ആണ് ഇത്. ഓക്കെ, സോ ഫിഫ്ത്തിൻ്റെ ഹൈ എവിടെ മൺഡേ ഇനി ഓപ്പണിംഗ് ക്യാപ്പ് അപ്പ് ആണോ എങ്ങനെയാണ് നമ്മൾ നോക്കുക. ഫിഫ്ത്തിൻ്റെ ഒരു ഹൈ ആൻഡ് ദെൻ ശ്രദ്ധിക്കാനുള്ളതാണ്. പിന്നെ അതുകൊണ്ട് കാരണം വെച്ചാൽ ഫിഫ്ത്ത് ബൗൺസ്, ഫിഫ്ത്തിൻ്റെ ഫിഫ്ത്ത് ഓവറോൾ ഇത് എന്തായാലും വിട്ട് കളയാൻ എനിക്കിത് കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ് ആവും. ബട്ട് യെസ്, ഇനി മെയിൻ എക്സ്പ്ലനേഷൻ എവിടെയാ എന്താ എനിക്ക് പറയാനുള്ളത്? മെയിൻ ഇനി പറയാനുള്ളത് പ്രൈസ് ഇപ്പോൾ താഴേക്ക് വരുന്നത് ബിഗർ ടൈം ഫ്രെയിം നോക്കുക. 30 minutes or 1 hour ഇത് ലോ ആണ്. ഓക്കെ, ഇത് ലോ ആണ്. പ്രൈസ് ടോപ്പ് അതാണ്. ഓക്കെ, ബുള്ളിഷ്നെസ് ഇനി ഇതിൻ്റെ അബവ് മാത്രമേ ഓവറോൾ ബുള്ളിഷ്നെസ് ഉള്ളൂ. ഓക്കെ, ഏതാ 26,200 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. ഓക്കെ, ഇനി പ്രൈസ് ഞാൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രൈസ് ഇപ്പോൾ താഴേക്ക് വരുന്നത് ABC സ്ട്രക്ചറാണ് നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ABCയിൽ ഇനി ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എന്താ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ABC കാണിച്ചു തരാം പ്രോപ്പർലി. ABC എന്താണ്? 1 hour ടൈം ഫ്രെയിം, ബിഗർ ടൈം ഫ്രെയിം ഉണ്ട്. ഇത് A. ഓക്കെ, ഇത് BI, ഇത് ഓവറോൾ C ആണ്. സിയിൽ എത്ര 5 moves ഉണ്ടാവണം? റൈറ്റ്, സിയിൽ 5 moves. സിയിൽ 5 moves ഉണ്ട്. 1 2, ഇത് ഫുൾ 3 ആണ്. ആൻഡ് ദെൻ 4. ഓക്കെ, അതാണ് ഇപ്പോൾ ഇവർ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് മീൻസ് ഇത് 2 ബൗൺസ് ഫോർത്തിൻ്റെ ബൗൺസിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവണം. ബട്ട് ഇത് ഡിഫറൻസ് ആണ്. സോ അത് നമുക്ക് 3 ആയിട്ടേ കൗണ്ട്. ഇത് ഫുൾ 3യുടെ പാർട്ട് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്, ഈ 3യുടെ പാർട്ടാണ്. ഫോർത്തിൻ്റെ ബൗൺസ് ഓൺ ഗോയിങ് ആണ്. ആൻഡ് ദെൻ മേ ബി ഫിഫ്ത്തിൻ്റെ ഫോളോവറാണ്. മേ ബി അതാണ് ഞാൻ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തത്. സോ ആ ഫിഫ്ത്ത് ഇതാണെങ്കിൽ ഫോർത്തിൻ്റെ ബൗൺസ് ആണെങ്കിൽ ഇത് റീട്രേസ്മെൻറ്റ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാം? സോ ഇങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ വരെ വെച്ചേക്കാം. ഓക്കെ, സോ മാക്സിമം 61.80% ആണ് വരുന്നത്. 61.80% മാക്സിമം ഇവിടെ വരുന്നത് 26,080. ഇത് കണ്ട. എന്നിട്ട് അവിടെ ആ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ കൂടി റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ശരിക്കും ഇത് ടച്ച് ചെയ്യാൻ പാടില്ല. 61.80% ഫിഫ്ത്തിൻ്റെ ആണെങ്കിൽ ടച്ച് ചെയ്യാൻ പാടില്ല ശരിക്കും. ഓക്കെ, റൂൾ അങ്ങനെയാണ് പറയുന്നത്. 61.80% ടച്ച് ചെയ്യാൻ പാടില്ല. ബട്ട് മാക്സിമം നമുക്ക് ഇത്രയും നോക്കാവുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ 26,080 അബവ് പ്രൈസ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡേ പർപ്പസിൽ, സോ നമുക്ക് ബുള്ളിഷിലേക്ക് കൺവേർട്ട് ആവാം ഫോർ 81.20% വരെ. ഓക്കെ, 81.20% സസ്റ്റെയിൻ ആയാൽ ഓവറോൾ ബുള്ളിഷ്നെസ് സ്റ്റാർട്ട് ആകും. ഓക്കെ, ദാറ്റ് മീൻസ് 26,200 സസ്റ്റെയിൻ ആയാൽ ഓവറോൾ ബുള്ളിഷ്നെസ്. ഇനി ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്. താഴത്തെ ഈ ലെവൽസ് നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്തതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി നോക്കാനുള്ളത് എന്താണ്? മൺഡേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ 26,080 ഇവിടുന്ന് റിജക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ താഴേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, റീട്രേസ്മെൻറ്റ് തന്നെ തിരിച്ച് മുകളിലേക്ക് കയറിയിട്ട് പിന്നെ ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബുള്ളിഷ്നെസ് നമുക്ക് ബുൾ സൈഡ് പ്ലേ ചെയ്യുക. അത് 26,200 വരെ. അവിടെ ആണ് ബാക്കി ഇനി ഫർദർ ഉള്ളൂ. ഓക്കെ, സോ മൺഡേ ഇച്ചിരി കൺഫ്യൂസിയാണ്. ഇച്ചിരി സ്ട്രക്ചറിൽ ഒരു ഇതുണ്ടാകും. സോ മൺഡേ ഇനി ശ്രദ്ധിച്ചിട്ട് വേണം ബാക്കിയെല്ലാം ഇനി ട്രേഡ് ഇതൊക്കെ എല്ലാം എടുക്കാനുള്ളത്. ഓക്കെ,
ഇനി ഇതിനകത്ത് എനിക്കിനി വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബട്ട് യെസ്, ഡിസ്കഷൻ നമ്മുടെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റെഗുലർ ബേസിസ് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യായിരുന്നു. മാർക്കറ്റ് ട്രാപ്പ് ചെയ്യുകയാണ്, സ്ട്രക്ചർ ട്രാപ്പ് ചെയ്യും, ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ അത് റീഡ് ചെയ്യാൻ പറ്റില്ല, ഈസി നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ഒരു സ്ട്രക്ചറിൽ ഇതിലുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ നിങ്ങൾക്ക് ചിലപ്പോൾ റീഡ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രാപ്പി മാർക്കറ്റാണ്, റീഡ് ചെയ്യാൻ ഇത്തിരി പ്രശ്നം ആയിരിക്കും. കണ്ട ഇവിടുന്ന് ബൗൺസ് വന്ന് ഇവർ 81 പോയിൻറ്റ് ടച്ച് ചെയ്യാതെ മുകളിലേക്ക് പോയി. ബട്ട് കിട്ടി മൂവ്, ഈ ഒരു മൂവ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു സൈഡ് വേസ് ആക്കിയത്. ഓക്കെ, ഈസി മൂവ് കിട്ടിയില്ല, തേർഡ് എക്സ്റ്റൻഷനിലാക്കി. ഈ തേർഡ് എക്സ്റ്റൻഷനിലാക്കി. ഇത് ഫോർത്തിന് റീട്രേസ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് വീണ്ടും ഓൺഗോയിങ് ആണ്. സോ ഇനി മൺഡേ നോക്കണം. 1 റൂൾ ഓഫ് ഇക്വാലിറ്റിയിൽ 1 ഇത് കണ്ട 1 ചെറുതാണ്, റൈറ്റ്? ഇവിടെ 1 കണ്ട ചെറുതാണ്. സോ തേർഡ് എക്സ്റ്റൻഷനിലാണ്. അപ്പോൾ ഫിഫ്ത്ത് ചെറുത് ഫസ്റ്റിൻ്റെ പോലെ തന്നെ ചെറുതായിരിക്കുമോ ഒരു എക്സ്റ്റൻഷനിലായിരിക്കുമോ? അതാണ് നമുക്ക് മൺഡേ നോക്കാം. ഫിഫ്ത്ത് ഇതിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഈ സിംഗിൾ കുഞ്ഞ് ലെഗിൻ്റെ ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ 127, 161.80% ഇവിടെ തന്നെ വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു ഏരിയ തന്നെ വരുന്നുണ്ട്. സോ റെസിസ്റ്റൻസ് അവിടെ തന്നെയാണ്. റെസിസ്റ്റൻസ് കണ്ടോ, ഈ 2 ഏരിയ റെസിസ്റ്റൻസ് ആണ്. ശ്രദ്ധിക്കുക, മൺഡേ ഈസി മൂവ് കിട്ടാൻ ഇച്ചിരി പാടാണ്. നോക്കിയിട്ട് വേണം മൺഡേ ട്രേഡ് ചെയ്യാൻ. ഇനി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ലൈക്ക് ചെയ്യണം എല്ലാവരും, മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം എല്ലാവരും. സോ ബാങ്ക് നിഫ്റ്റി ഇതാണ്. ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി ഇങ്ങനത്തെ ഒരു മൂവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്നത് ഇതാണ് ബാങ്ക് നിഫ്റ്റി. ഓക്കെ, ബാങ്ക് നിഫ്റ്റി മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു. ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇതാണ് 1 2 3 ഇതിൻ്റെ ബൗൺസ് താഴേക്ക്. ഇത് ബുള്ളിഷ്നെസ്, ഓവറോൾ ബുള്ളിഷ്നെസ് ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെ അബവ് മാത്രമേ വരുള്ളൂ. റീസൺ ഇത് 2 ആണെങ്കിൽ അതിൻ്റെ അബവ് പ്രൈസ് പോയാൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉള്ളൂ. അല്ലെങ്കിൽ ഫിഫ്ത്ത് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് ഒന്ന് 1 2 3 4 ഫിഫ്ത്ത് ഒന്നുകൂടി താഴെ ഒരു ലോ അടിക്കണം അങ്ങനെയാണെങ്കിൽ. ഓക്കെ, സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് നോക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫിബനാച്ചി ഇങ്ങനെ എടുക്കുക. 50 ആണോ 61.80%? 61.80% എക്സാക്റ്റ് എടുക്കുന്നു, ഇവിടെ കിടക്കുന്നു. ഓക്കെ, സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ആണ് 61.80%. 61.80% ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് മൂവ് ഇത് ക്ലിയർ ചെയ്യുള്ളൂ. ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ മാത്രമേ 81.20% വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് ഈ ഒരു ഏരിയ എവിടെയെങ്കിലും പോകാനുള്ള ചാൻസസ് ഉണ്ടാകും ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ. ഓക്കെ, നേരെ ഗ്യാപ്പ് ഓപ്പണിംഗ് ഇവിടെ ആണെങ്കിൽ താഴേക്ക് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ട് ബോത്ത് ഇൻഡെക്സസിൽ, റൈറ്റ്? സെൻസെക്സിൽ പോകാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കേണ്ട. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ, അപ്കമിങ് ലേണിംഗ് വീഡിയോ പറ്റുവാണെങ്കിൽ ഈ വീക്കെൻഡ് ഞാൻ എന്തെങ്കിലും ഒരു ലേണിംഗ് വീഡിയോ തീർച്ചയായിട്ടും ഇടാം. നമ്മുടെ ചാനൽ ലേണിംഗ് പർപ്പസ് ചാനലിനാണ്. ഞാൻ മോസ്റ്റ്ലി ഇവിടെ ചെയ്യുന്ന ലേണിംഗ് പർപ്പസിനാണ് വീഡിയോ. ലേണിംഗ് ഇല്ലിറ്റേറ്റ് തിയറി ലേണിംഗ് മസ്റ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ലേണിംഗ് വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ ലേൺ വിത്ത് ഫർമാൻ. അതിനകത്ത് ലേണിംഗ് വീഡിയോസ് സെക്ഷൻ ഒരു ഇതുണ്ട്, ഫോൾഡർ. അതിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അവിടെ വീഡിയോസ് കിട്ടും. ഇല്ലിറ്റേറ്റ് തിയറിയുടെ 2-3 വീഡിയോസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്, ഒത്തിരി വീഡിയോസ് ഉണ്ട്. മസ്റ്റായിട്ട് കാണണം. ഒരു പ്രാവശ്യം കണ്ടാൽ അത് ശരിക്കും ക്ലിയർ ആവില്ല, 2-3 പ്രാവശ്യം കാണേണ്ടി വരും വീഡിയോ, അപ്പോഴേ അത് ക്ലിയർ ആവുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി സെൻസെക്സ് പോകുന്നത് അതുപോലെ തന്നെയാണ്. സെൻസെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി നിഫ്റ്റിയുടെ പോലെ തന്നെ 61.80% ഇൻ ഓൾ ഇൻഡെക്സസ്. 61.80% ഇവിടെ വരുന്നുണ്ട്. എല്ലാ ഇൻഡെക്സിലും അത് തന്നെ വരണേ 61. സോ ഞാൻ ഇത്ര ബുള്ളിഷ് അല്ല, ഒത്തിരി ലിമിറ്റഡ് ബുള്ളിഷാണ്. 61.80%ൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് സസ്റ്റെയിൻ ആയി പ്രൈസ് പിന്നെ റീട്രേസ്മെൻറ്റ് തുടങ്ങി പിന്നെ പ്ലേ ചെയ്താൽ മതി. അപ്സൈഡ് ഡയറക്റ്റ്ലി അപ്സൈഡ് റിസ്ക് ആയിരിക്കും എല്ലാ ഇൻഡെക്സസിലും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു അത്. പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്ചർ, കാരണം വെച്ചാൽ എല്ലാ ഇൻഡെക്സസിൻ്റെ ഫിഫ്ത്ത് മൂവാണ് കിടക്കുന്നത്, റൈറ്റ്? ഫിഫ്ത്ത് മൂവാണ് ഇപ്പോൾ കിടക്കുന്നത്. അതാണ് ഇതിനകത്ത് നിഫ്റ്റി മിഡ് ക്യാപ്ചർ എടുത്ത്. ഇതാണ് നിഫ്റ്റി മിഡ് ക്യാപ്ചർ ഇപ്പോൾ പോയത്. ഐ തിങ്ക് ഇമ്പൾസീവ് മൂവിലാണ്, റൈറ്റ്? നോക്കുക 1 2 3 4 5 1 2 3 ഇല്ല, ഇത് A B C. സിയിൽ 5 മൂവ്സ് ഉണ്ടാവണം. ഇത് 1 2 3 4 5 ഫിഫ്ത്ത് ആണല്ലോ. സോ സിയിൽ നിഫ്റ്റി മിഡ് ക്യാപ്സിലോട്ട് ബൗൺസ് ആണ് തരുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് A
ഇത് ബി ആൻഡ് സി എ ബി സി എന്ന് പറഞ്ഞാൽ കറക്ഷനാണ്, ഇമ്പൾസ് അല്ല. ദാറ്റ് മീൻസ് പ്രൈസ് ലിമിറ്റഡ് അപ്സൈഡാണ്. എ ബി സി കറക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് ലിമിറ്റഡ് അപ്സൈഡാണ്. സിയിൽ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കാറുണ്ട്. ഇതാണ് ശ്രദ്ധിക്കാനുള്ള. സിയിൽ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കും, ഒരു ട്രാപ്പ് ചെയ്യും സിയിൽ. സി എന്ന് പറഞ്ഞാൽ ഇമ്പൾസീവ് മൂവാണ്, ഇമ്പൾസ്. ഓക്കെ, കൂടുതൽ അപ്സൈഡ് ഉണ്ടാവില്ല, ലിമിറ്റഡ് അപ്സൈഡ് ആയിരിക്കുള്ളൂ. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് സി ആൻഡ് കറക്ഷൻസ്. സോ ഇത് റീഡ് ചെയ്താൽ മതി, ഈ ഒരു ലെഗ്. ഓക്കെ, മാക്സിമം ഇത്ര വരെ ഇതിനകത്തേ ഉള്ളൂ. കൂടുതൽ ബുള്ളിഷ്നെസ് ഇല്ല. മേ ബി ട്രാപ്പ് ചെയ്തിട്ട് താഴെ വന്നിട്ട് പിന്നെ തിരിച്ചുകയാണെങ്കിൽ ഓക്കെ. ബട്ട് ഫസ്റ്റ് താഴേക്ക് തന്നെ മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് മോസ്റ്റ്ലി ഇൻഡെക്സസ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്, മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് പിന്നെ താഴേക്ക് വരണം. താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു കയറുകയാണെങ്കിൽ ഓക്കെ പിന്നെ നമുക്ക് പ്ലേ ചെയ്താൽ മതി. ഡയറക്റ്റ്ലി അപ്സൈഡായി പിന്നെ ഡയറക്റ്റ്ലി അപ്സൈഡിലേക്ക് മുകളിലേക്ക് ഫുള്ള് ഇങ്ങനെ പ്ലേ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, സോ സീൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണേ, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക. താങ്ക് യു സോ മച്ച്.